ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ച് വിജ്ഞാപനം പുറത്തിറക്കി സംസ്ഥാന സർക്കാർ. പ്രവർത്തന സമയം രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെയാക്കാനാണ് സർക്കാർ തീരുമാനമെടുത്തത്. ബിയർ വൈൻ പാർലറുകളുടെയും സമയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതോടെ ബാർ ഉടമകളുടെയും മദ്യപിക്കുന്നവരുടെയും ദീർഘകാലത്തെ ആവശ്യമാണ് നടപ്പാകാൻ പോകുന്നത്. ടൂറിസം മേഖലകളിലെ ബാറുകളുടെ പ്രവർത്തന സമയവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബിസിനസ് മീറ്റിങ്ങുകൾക്കും മറ്റുമായി ഒത്തുകൂടുന്ന ഹോട്ടലുകളിലും പുലർച്ചെ 3 മണിവരെ മദ്യം വിളമ്പാനും അനുമതി നൽകി. ബാറുകളുടെ പ്രവർത്തന സമയം 2 മണിക്കൂർ വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം സ്വാഗതാർഹമാണോ? മദ്യവർജന നയത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണോ സംസ്ഥാന സർക്കാർ? കാണാം RDX ആപ്പ്. സംസ്ഥാനത്ത് ബാറുകളുടെ പ്രവർത്തന സമയം 2 മണിക്കൂറാണ് കൂട്ടുക. നിലവിൽ രാവിലെ 11 മണിക്ക് തുറന്ന് രാത്രി 11 മണിക്ക് അടയ്ക്കുന്ന രീതിയിലാണ് സമയക്രമം. രാവിലെ 11 മണി മുതൽ രാത്രി 12 മണി വരെ ബാറുകൾ പ്രവർത്തിക്കുന്ന രീതിയിലായിരിക്കും പുതിയ സമയക്രമം. ഇതോടൊപ്പം വിനോദസഞ്ചാര മേഖലകളിലെ ബാറുകളുടെ പ്രവർത്തന സമയവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മൈസ് ടൂറിസം കേന്ദ്രങ്ങളിൽ പുലർച്ചെ 3 വരെ ബാറുകൾ പ്രവർത്തിക്കാൻ അനുമതി നൽകി. പക്ഷേ ഇതിനുവേണ്ടി പ്രത്യേകം ഫീസ് നൽകേണ്ടി വരും. സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവർത്തന സമയം ഏകീകരിക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാരിന്റെ നടപടി. ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിച്ച വിജ്ഞാപനം സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. പ്രവർത്തന സമയപരിധി കൂട്ടണമെന്ന് ബാർ ഉടമകൾ ആവശ്യം നിരന്തരം ഉന്നയിച്ചിരുന്നു. സംസ്ഥാനത്ത് ടൂറിസം മേഖലയ്ക്ക് വലിയ ഗുണം കിട്ടുന്ന തീരുമാനമായാണ് ബാർ സമയം നീട്ടുന്നതിനെ പൊതുവെ വിലയിരുത്തുന്നത്. കൂടാതെ നൈറ്റ് ലൈഫ് പ്രോത്സാഹിപ്പിക്കാനും ഈ തീരുമാനത്തിലൂടെ സാധിക്കും. എല്ലാ മാസവും 1-ാം തീയതിയുള്ള ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന ബാർ ഉടമകളുടെ ആവശ്യം ഇപ്രാവശ്യവും പരിഗണിച്ചിട്ടില്ല. RDX ന്യൂസ് മലയാളം. ഇതിനിപ്പോൾ വേറെ ഡീറ്റെയിൽസ് ഒന്നും വേണ്ടല്ലോ. അതെ അതെ ഇത് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല. എന്താ ഹർഷന്? എനിക്കിഷ്ടപ്പെട്ടു. കാരണം ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നൈറ്റ് ലൈഫ് എന്നുള്ളതിനെക്കുറിച്ച് അല്ലെങ്കിൽ ആളുകളുടെ മദ്യ ഉപഭോഗത്തെക്കുറിച്ചൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകളിൽ നിന്നാണ് ചിലപ്പോൾ സനീഷിൻ്റെ ഇഷ്ടക്കേട് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതായത് രാത്രി സമയം അങ്ങനെ ആ നൈറ്റ് ലൈഫ് കൂടുന്നതോടു കൂടി തന്നെ പലപ്പോഴും അത്തരം സ്ഥലങ്ങളിലാണ് ക്രൈം കുറയുന്നതായി കണ്ടിട്ടുള്ളത്. അതായത് നൈറ്റ് ലൈഫ് ഉള്ള സ്ഥലങ്ങളിൽ നൈറ്റ് ലൈഫ് ഉള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ ക്രൈം കുറയുന്നത്. പിന്നെ ഏതാണ്ട് 74 ഡെസ്റ്റിനേഷനുകൾ, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളാണ് ഇതിനകത്ത് പ്രധാനമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ പുലർച്ചെ വരെ ബാറുകൾ തുറന്ന് പ്രവർത്തിക്കാവുന്ന സാഹചര്യമുള്ളത് അത്തരം ഡെസ്റ്റിനേഷനുകളിലാണ്. അതും ഒരു ആധുനിക സമൂഹത്തിൽ തീർച്ചയായും ആ മട്ടിൽ തന്നെ വേണമെന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ പ്രത്യേകത എന്താ? കേരളത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം നേടിത്തരുന്ന ഒന്നായി കേരളത്തിൻ്റെ ടൂറിസം മാറിക്കൊണ്ടിരിക്കുകയാണ്. ടൂറിസം രംഗത്ത് വലിയ കുതിച്ചാട്ടമാണെന്ന് നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം വാർത്ത കൊടുത്തിരുന്നു. അപ്പോൾ ആ മാറ്റം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൻ്റെ റോഡുകളൊക്കെ വികസിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സാഹചര്യം ഉണ്ടാവും. ടൂറിസത്തിൻ്റെ ഭാഗമാണ് ലോകത്തെല്ലായിടത്തും ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ബിസിനസ് മീറ്റിങ്ങുകളൊക്കെ കൂടുതൽ നടക്കാനിടയുള്ള ഒരു സ്ഥലമായി കേരളം മാറിയിട്ടുണ്ട്. അതിന് കാരണം എന്താണ്? 5 സ്റ്റാർ ഹോട്ടലുകൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമായി കേരളം മാറി. ഇതെല്ലാം നമ്മൾ വെറുതെ ഇങ്ങനെ പറയുമ്പോൾ ഇത് ബാർ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 5 സ്റ്റാർ ഹോട്ടൽ തുടങ്ങേണ്ടതെല്ലാം ബാർ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും 5 സ്റ്റാർ ഹോട്ടൽ തുടങ്ങുമോ? അങ്ങനെ അത് തെറ്റാണ്. അതായത് ബാർ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം തുടങ്ങുന്നതല്ല 5 സ്റ്റാർ ഹോട്ടലുകൾ. ആ 5 സ്റ്റാർ ഹോട്ടലുകൾ, ആ 5 സ്റ്റാർ നിലവാരത്തിൽ ഇത്രയധികം ഹോട്ടലുകൾ ഉണ്ടെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെയുള്ള മീറ്റിങ്ങുകൾ കാര്യങ്ങളുമൊക്കെ കേരളത്തിൽ നടക്കും. ഇപ്പോൾ ഞാൻ പറയാം, കൊച്ചിയിൽ ക്രൂയിസിൽ ബാർ അനുവദിച്ചിട്ടുണ്ട്. അതായത് ആ ക്രൂയിസിൽ ബാർ അനുവദിച്ച സ്ഥലത്ത് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് എത്ര മീറ്റിങ്ങുകളാണ് നടക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ വരെ ക്രൂയിസിൽ നടക്കുന്ന സ്ഥിതി കേരളത്തിൽ കൊച്ചിയിലുണ്ട്. ആ ബാർ അനുവദിക്കപ്പെട്ടത് കൊണ്ടുകൂടിയാണ് പലപ്പോഴും അങ്ങനെ ഒരു മദ്യം എന്നുള്ളത് അടിച്ച് പൂസായി വഴി കിടക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്നുള്ളത് ഇത് തെറ്റായ ചിന്തയാണ്. മലയാളി ആ ചിന്തയിൽ നിന്നൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. പണ്ടുള്ള ഒരു കാലമല്ല അത്. മദ്യ ഉപഭോഗത്തിൽ ഗണ്യമായ കുറവ് കേരളത്തിലുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 15 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ മദ്യ ഉപഭോഗം ഉണ്ടായ വർഷം 2015. അതിനുശേഷം ഗണ്യമായി താഴേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത് ഉപഭോഗത്തിൻ്റെ കാര്യം. അതേസമയം അപ്പുറത്ത് മറ്റു ചില കാര്യങ്ങളുണ്ട്. മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടുന്നു എന്നുള്ളത്, അത്തരം കേസുകൾ കൂടുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അതിനുവേണ്ട നടപടികൾ വേറെ സ്വീകരിക്കണം. ഞാൻ പറയുന്നത് മദ്യത്തിലേക്ക് മാത്രം വന്നാൽ മദ്യത്തിൻ്റെ മദ്യ ലഭ്യതയുള്ളപ്പോൾ മദ്യപാനികളുടെ എണ്ണം കുറഞ്ഞ ഒരു കാലത്തെ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പ്രാദേശിക നാട്ടിൽ ജീവിക്കുന്ന കാലത്ത് ചാരായം നിരോധിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ചാരായക്കടയെ നാട്ടിലുള്ളൂ. അവിടെ ചെന്ന് കയറണമെങ്കിൽ അസാമാന്യമായ ധൈര്യം വേണം. കാരണം നാട്ടിലെ പ്രധാനപ്പെട്ട 3-4 കുടിയന്മാരും അവിടുത്തെ ഏറ്റവും മുതിർന്ന ആളുകളും മാത്രം ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ചെറുപ്പക്കാരനെ ഓടിച്ചെന്ന് കയറാൻ പറ്റുന്ന സാഹചര്യമൊന്നുമില്ല. അവിടെ ചെന്ന് കയറാൻ പറ്റില്ല. ചാരായം നിരോധിച്ചതിന് ശേഷം ഞാൻ നാട്ടിൽ തന്നെ എണ്ണമറ്റ ഊറ്റു കേന്ദ്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏത് ഇടവഴിയിലും
സ്ഥലങ്ങളിലും അതല്ലെങ്കിൽ ഇതുപോലെയുള്ള വ്യാജ മദ്യമോ അല്ലെങ്കിൽ സ്പിരിറ്റോ ഒക്കെ ഊറ്റി കൊടുക്കുന്ന സ്ഥലങ്ങൾ ധാരാളം ഉണ്ടാവുകയും അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ മാത്രമല്ല എല്ലാവരും മദ്യപാനത്തിലേക്ക് വരികയും ചെയ്തു. സാധാരണ ചെറിയ പിള്ളേരൊക്കെ മദ്യപാനത്തിലേക്ക് പോകുന്നത് ആ വഴിക്കാണ്. അങ്ങനെ അതിൻ്റെ ഒരു രീതി മാറിയത് 96-ന് ശേഷമാണ്. ആ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നത് 2015 വരെ മദ്യ ഉപഭോഗത്തിൻ്റെ ഒരു വളർച്ച പയ്യെ പിന്നീട് കുറഞ്ഞിട്ടുണ്ട്. മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഒരു കാരണമായിരിക്കാം, ആ കാര്യത്തിൽ വേറെ ശ്രദ്ധ വേണം. പക്ഷെ മദ്യത്തിൻ്റെ ലഭ്യത ഈ മട്ടിൽ ഉണ്ടാവുന്നത് കൊണ്ട് അങ്ങനെ ഒരു കുഴപ്പമില്ല, ഇത്തരം ഉപഭോഗം കുറയത്തുള്ളൂ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. ഒന്ന്, മഹാരാഷ്ട്രയിൽ 1:30 വരെ പ്രവർത്തിക്കാം. മഹാരാഷ്ട്രയിൽ മുംബൈ അടക്കമുള്ള പ്രദേശങ്ങളിൽ ചില ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അവിടെ 5 മണി വരെയാണ് രാവിലെ പ്രവർത്തിക്കുന്നത്. ഡൽഹിയിൽ 1 മണി വരെ പ്രവർത്തിക്കാം. ആന്ധ്രാപ്രദേശിൽ 12 മണി വരെ പ്രവർത്തിക്കാം. തെലങ്കാനയിൽ 12 മണി വരെ, ചില ദിവസങ്ങളിൽ 1 മണി വരെ നീട്ടാവും. തമിഴ്നാട്ടിൽ 12 വരെ. പ്രതിപക്ഷം എതിർക്കുന്ന പ്രശ്നം ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. മാത്രമല്ല ഇത്തരം ഒരു തീരുമാനം എന്നുള്ളത് പ്രതിപക്ഷത്തോടു കൂടി ആലോചിച്ചല്ലാതെ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ ഈ സർക്കാർ കിടക്കാൻ സാധ്യതയില്ല. കാരണം ഇത് നാളുകളായിട്ട് തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാണ്, പക്ഷേ നടപ്പാക്കാൻ വൈകിയതാണ്. ഇതിപ്പോൾ പ്രതിപക്ഷത്തോടു കൂടി ആലോചിച്ചല്ലാതെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. മറ്റൊന്ന്, ഇപ്പോൾ കർണാടകത്തിൽ 1 മണി വരെയാണ്. ഇപ്പോൾ പ്രതിപക്ഷം ഇവിടെ വിമർശിച്ചാൽ കർണാടകത്തിൽ 1 മണി വരെയാണ് തുറന്ന് പ്രവർത്തിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ 12 മണി വരെ. ജാർഖണ്ഡിൽ 5 സ്റ്റാർ ഹോട്ടലുകളിൽ രാവിലെ 4 മണി വരെ പ്രവർത്തിക്കാം. അല്ലാത്ത ഹോട്ടലുകളിൽ 2 മണി വരെ പ്രവർത്തിക്കാം. രാജസ്ഥാനിൽ നിലവിലുള്ള സമയം വർദ്ധിപ്പിക്കാനുള്ള ആലോചന നടന്നുകൊണ്ടിരിക്കുന്നു. ഗോവ ടൂറിസം കേന്ദ്രം എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ്. അവിടെ 3 മണി വരെ അല്ലെങ്കിൽ 5 മണി വരെ, അത് എന്തൊക്കെയോ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, ആ മട്ടിൽ അവിടെ പ്രവർത്തിക്കാവുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൂറിസത്തിൻ്റെ വികസനത്തിന് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൻ്റെ പൊതു സ്വഭാവം കുറേ കൂടി ലൈവായി, നൈറ്റ് ലൈഫ് കുറേ കൂടി ലൈവാകുന്നതിനും പിന്നെ പുതിയ സ്ഥാപനങ്ങൾ, ഇപ്പോൾ IT മേഖലയിലൊക്കെയുള്ള ഇവിടുത്തെ ഒരു വളർച്ച എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നൈറ്റ് ലൈഫ്, അതായത് അത്രയധികം ഇപ്പം നമ്മൾ കാക്കനാട് ജീവിക്കുന്നത് നമുക്കറിയാമല്ലോ, അവിടുത്തെ ഒരു രീതി മാറിയിട്ടുണ്ട്. ഇപ്പോൾ രാത്രി മുഴുവൻ പകലായ അവസ്ഥയാണ് അവിടെ ഉള്ളത്. രാവിലെ അതായത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ചായക്കടകൾ എത്രയെണ്ണം ഉണ്ട് ആ പ്രദേശത്ത്. അപ്പോൾ ആ മട്ടിൽ തന്നെയാണ് ഇതിനെയും കണക്കാക്കേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് നമ്മൾ മാത്രം മാറി നിൽക്കേണ്ടതില്ല എന്നുള്ളതാണ് എനിക്കതിനകത്തൊരു ഇഷ്ടക്കേടേ ഉള്ളൂ, അല്ലാതെ ഞാനാകപ്പാടെ എതിർക്കുന്നൊന്നുമില്ല. സംഗതി നടക്കട്ടെ. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഇതിപ്പോൾ ആളുകളോട് 12 മണിക്ക് ശേഷം കുടിക്കരുതെന്നും സർക്കാർ പറഞ്ഞിട്ടില്ലല്ലോ. ആളുകൾ ഇപ്പോഴും വാങ്ങിയിട്ടൊക്കെ വെച്ചിട്ട് നേരത്തെ കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ വിൽപ്പന, ഇതിപ്പോൾ ബിസിനസ്സുകാർ കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യം കൊടുക്കലാണല്ലോ 2 മണിക്കൂർ കൂട്ടിയിട്ടുള്ളത്. അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ ബിസിനസ് മീറ്റുകൾ നടത്തുന്നതിനോ ആളുകൾ സന്തോഷകരമായിട്ട് ഇരിക്കുന്നതിനോ അവർക്ക് വെള്ളം അടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നേരത്തെ വാങ്ങിയിട്ട് അവരവരുടെ സ്ഥലത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും കുടിക്കാം. പക്ഷേ ഇതിപ്പോൾ വിൽപ്പനയുടെ കാര്യത്തിൽ 2 മണിക്കൂർ നീട്ടിക്കൊടുത്തിരിക്കുന്നു എന്നത് ആത്യന്തികമായിട്ട് കച്ചവടക്കാർക്ക് ഗുണം ചെയ്യുന്നതാണ്. അത് കച്ചവടക്കാരോട് എതിരുണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആത്യന്തികമായിട്ട് മദ്യത്തിന് കുറെ കൂടെ സമയം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു ബോധവൽക്കരണം, മദ്യം അത്ര ഗുണകരമായ സംഗതിയല്ല എന്ന് പറയേണ്ടുന്ന ഒരു ബോധവൽക്കരണം പിന്നോട്ട് പോക്കാണ്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ ഇത്രയും നാളും പിന്നെ മറ്റ് ഈ ഡൽഹിയിലും അവിടെ ഇവിടെയൊക്കെ ഉള്ളതുപോലെ 1 മണിയും 2 മണി വരെ ഇല്ലാതിരുന്നിട്ടും മനുഷ്യർ കുടിക്കാതിരുന്നിട്ടൊന്നുമില്ല. കേരളത്തിലെ ആളുകൾക്ക് അങ്ങനെ കുടിക്കുന്ന ആളുകൾക്ക് പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. അവർ നേരത്തെ വാങ്ങി കൊണ്ടുപോയിട്ട് അവർ 12 മണി വരെയോ പുലർച്ചെ 3 മണി വരെയോ ഒക്കെ കുടിക്കുമായിരുന്നു. അപ്പോൾ ആത്യന്തികമായിട്ട് എങ്ങനെ പറഞ്ഞാലും ഈ പറയുന്ന കള്ള് വിൽക്കുന്നത്, മദ്യം വിൽക്കുന്നതിന് 2 മണിക്കൂർ കൂടുതൽ കൊടുത്തു എന്ന് വെച്ചാൽ അതിനൊരു ഇഷ്ടക്കേടുണ്ടാകുന്നതാണ് നല്ലത്. അതിൻ്റെ ഒറ്റ പോയിന്റ് ഞാൻ പറഞ്ഞു നിർത്താം. പക്ഷേ മൊത്തം മദ്യവിൽപ്പനയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഉണ്ടായിരുന്നത് 2015 355 ലക്ഷം കേസാണ് ആ കാലത്ത് വിറ്റതെങ്കിൽ ഏറ്റവും 2025 ആകുമ്പോഴേക്ക് അത് 25.73 ലക്ഷം കേസുകളുടെ കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് അന്നത്തെ ആ കാലവുമായി ബന്ധപ്പെടുത്തും. അല്ല നമുക്ക് അതായത് ഇത് മദ്യ ഉപഭോഗം താഴേക്കാണ് വന്നിരിക്കുന്നത്, ഇതിൻ്റെ ലഭ്യത കൂടി എന്നതുകൊണ്ട് മദ്യ ഉപഭോഗം വർദ്ധിച്ചിട്ടില്ല. ഇനി മാത്രമല്ല, പുരുഷന്മാരിൽ 45.2% കേരളത്തിൽ ഉപഭോഗം കുറഞ്ഞത്. അതുപോലെ തന്നെ സ്ത്രീകളിൽ 1.6% എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഇതിൻ്റെ ഉപഭോഗം. അപ്പോൾ ആ നിലയ്ക്ക് ഇതിൻ്റെ പെർ ക്യാപിറ്റ കണക്ക് നോക്കിക്കഴിഞ്ഞാലും ഉപഭോഗത്തിൽ വലിയ കുറവുണ്ട്. പഴയ കാലത്തൊക്കെ ആകുമ്പോൾ അതുമാത്രമല്ല, ഏറ്റവും മുന്നിൽ നിന്നിരുന്ന സ്റ്റേറ്റ് ഏതാണ് മദ്യ ഉപഭോഗത്തിൽ? അതിനകത്തൊരു തെറ്റിദ്ധാരണ പൊതുവേ ഉണ്ട്. ഈ വിഷയം ചർച്ചയാകുമ്പോൾ ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? കേരളം വളരെ മുന്നിലാണ് മദ്യ ഉപഭോഗത്തിൽ നിന്നാണ്. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശ്, ഗോവ, തെലങ്കാന, ഛത്തീസ്ഗഡ്, സിക്കിം, മണിപ്പൂർ, ജാർഖണ്ഡ്, ഒറീസ ഇതിനെല്ലാം പിന്നിലാണ് കേരളം ഉള്ളത് മദ്യ ഉപഭോഗത്തിൽ ഇപ്പോൾ.
ഇപ്പോൾ മറ്റത് പെർ ക്യാപിറ്റ ക്യാപ് മദ്യ ഉപഭോഗം നോക്കിക്കഴിഞ്ഞാൽ തെലങ്കാന, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ഗോവ ഇതിനെല്ലാം പിന്നിലാണ് കേരളം ഉള്ളത്. അപ്പോൾ കേരളം മദ്യപാനികളുടെ ഒരു സങ്കേതമാണ് എന്നുള്ളത് ഒരു തെറ്റായ വിലയിരുത്തലാണ്. അതുകൊണ്ട് നമുക്ക് ആയിഷ്ടക്കേട് കുറച്ച് മാറ്റിവെക്കാമെന്നായിരിക്കും. ശരി ശരി, അതായത് ഏതായാലും 2 മണിക്കൂർ കൂടുതൽ എടുത്തു എന്നതുകൊണ്ട് കൂടുതൽ കുടിക്കണ്ട, വെള്ളമടി ആരോഗ്യത്തിന് ഹാനികരമാണ്. നമുക്കിത് അവസാനിപ്പിക്കാം. ഏറെ നഗരവൽക്കരിക്കപ്പെട്ട സംസ്ഥാനം എന്ന നിലയ്ക്ക് നൈറ്റ് ലൈഫ് പ്രോത്സാഹിപ്പിക്കുന്നതിനും സർക്കാരിൻ്റെ സാമ്പത്തിക നേട്ടത്തിനും ഈ തീരുമാനം സഹായകരമാകുമെന്നതിൽ തർക്കമില്ല. ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കുന്നതിലൂടെ സംസ്ഥാനത്തെ ടൂറിസം മേഖലയ്ക്കും വലിയ ഗുണം ലഭിക്കും. കോർപ്പറേറ്റ് മീറ്റിങ്ങുകൾ, ബിസിനസ് മീറ്റിങ്ങുകൾ, അക്കാദമിക്, പ്രൊഫഷണൽ കോൺഫറൻസ് തുടങ്ങി ടൂറിസം മേഖലകളിൽ വരെ വലിയ കുതിച്ചുചാട്ടത്തിനും ഈ തീരുമാനം വഴിവെക്കും. പക്ഷേ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കുന്നത് മദ്യപാനം പ്രോത്സാഹിപ്പിക്കുമെന്നും സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നുമുള്ള ശക്തമായ മറുവാദങ്ങൾ ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നുമുള്ള വിമർശനങ്ങളും ശക്തമായി വന്നേക്കാം. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത് സർക്കാരിനെ എത്തരത്തിലായിരിക്കും ബാധിക്കുക എന്ന് കണ്ടു തന്നെ അറിയണം. നമുക്ക് ഇന്നത്തെ RDX പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.